സ്വയം വിശേഷിപ്പിക്കുന്ന റിസ്വാൻ എത്തി. ഇത് വൺ ആൻഡ് ഓൺലി സുബി. അപ്പോ ജസ്റ്റ് ഒന്ന് കാശ്മീർ പോയി വരാൻ വേണ്ടി ട്രെയിൻ കയറിയതാണ് ഡൽഹിക്ക്. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ ഒരു ദിവസം നമ്മള് മഹാരാഷ്ട്രയിലെ മംഗോ എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലത്ത് എത്തിക്കണം. ഏകദേശം ഒരു 8 കൊല്ലത്തെ പ്ലാനിങ് ആണ് കേട്ടോ. ജനുവരി 13, 2025 അവസാനിച്ചു. അതെ, ഏകദേശം ഒരു 8 കൊല്ലമായി നമ്മളിതിനെ പ്ലാൻ ചെയ്യുന്നു. നാട്ടിലുള്ള എല്ലാവരും കാശ്മീർ പോകാൻ തുടങ്ങി. അനിയൻ്റെ ബാച്ച് അടക്കം പോയി. അങ്ങനെ അവസാനം അനിയൻ്റെ ബാച്ച് പോയപ്പോഴാണ് നമുക്ക് ബോധം വന്നത് കാശ്മീർ പോകണ്ടെങ്കിൽ. പിന്നെ അങ്ങോട്ടെല്ലാം നല്ല സ്പീഡ് കിട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്യലും കടം വാങ്ങി പൈസ ഇട്ടുകളൊക്കെ നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങി. അങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ശരിക്കും ആദ്യത്തെ പ്ലാനിങ്ങിൽ സുബില്ലേനി. നമ്മളൊരു 6 ആൾക്കാർ, ഞാൻ, ഇൻസു, റിദാസ്, റിസ്വാൻ, പിന്നെ അതേപോലെ തന്നെ അജിനാസ്, നന്ദു. പക്ഷേ ട്രിപ്പ് ആകുമ്പോൾ അങ്ങനെ ആണല്ലോ, ആരെങ്കിലൊക്കെ ഉണ്ടാവാതൊക്കെ. നന്ദുവിനും അജിനാസിനും വരാൻ പറ്റില്ല. പക്ഷെ ഒരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ 4 ആൾ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് സുബീൻ്റെ എൻട്രി. സുബി റോസിനെ വിളിച്ചു. പെട്ടെന്ന് ഓൻ്റെ ഒരു ഒറ്റ മൈൻഡ്. ഓനെന്താ പറയുക, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓനുണ്ട് എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ ടിക്കറ്റ് എടുത്ത് സുബിക്ക് കൊടുത്ത്. അങ്ങനെ നമ്മൾ 5 ആൾക്കാർ. അങ്ങനെ ആ 2-3 മാസത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ജനുവരി 13 വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ മംഗൾദ്വീപ് എക്സ്പ്രസ്സിൽ നമ്മൾ കയറി. അത് നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയോ അഭിണ്ടേനു, എൻ്റെ ഓഫീസിൽ എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു നല്ലൊരു ബൈ തന്നു. അങ്ങനെ ഞാൻ, സുബി, റിതാസും, റിസ്വാൻ, ഇൻസു. അങ്ങനെ നമ്മൾ കയറി മഹാരാഷ്ട്രത്തെ കഥകളൊക്കെ ഞങ്ങളിപ്പോൾ കണ്ട്. ഇനി എന്താണെന്നുള്ള നമുക്ക് കാണാം. ട്രെയിൻ യാത്ര പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ നല്ല കുറേ ഓർമ്മകളൊക്കെ തന്ന് അടിപൊളിയായിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഇൻസ് കുടുങ്ങി, ചെക്കൻ ഡാൻസ് നിർത്തില്ല. എങ്ങനെയുണ്ട്? 1.5 മണിക്കൂറായി ഡാൻസ് തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ, മംഗൾദ്വീപ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ നമ്മുടെ ഭാഗ്യം, അത് റെയിൽവേ നന്നായോ എന്താണെന്നറിയില്ല. നമുക്ക് കിട്ടിയ മംഗൾദ്വീപ് അടിപൊളിയായിരുന്നു. നല്ല വൃത്തി, നല്ല ആൾക്കാർ, നല്ല കമ്പാർട്ട്മെൻറ്റ്. എൻ്റെ അനിയനൊക്കെ പറയണത് കേൾക്കെപ്പോഴും ഓന് കിട്ടിയ ട്രെയിനിൻ്റെ കഥ കിടക്കാൻ പോലും കഴിഞ്ഞില്ല, കുറേ ഹിന്ദിക്കാർ, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് സ്വർഗ്ഗം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 6 സീറ്റാണ് കിട്ടിയത്. ഒരു സീറ്റിൽ 2 ആൾ കിടന്നു പോകുന്ന അവസ്ഥ. പക്ഷെ എന്നാലും അഡ്ജസ്റ്റബിൾ ചെയ്യുന്നു. വീഡിയോയിൽ കുറച്ച് നേരമായില്ല 2 കുട്ടികളെ കാണുന്നു. അതിൽ ഇവനാണ് ദോലു. അല്ല, ശരിക്കത് പേരെനിക്കറിയില്ല. ഓനെ വിളിക്കുന്ന ദോലു. ഇൻസുവിന് ഭയങ്കര കാര്യമാണ് കേട്ടോ ഓനെ. അതേപോലെ തന്നെ ഓനും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഇൻസുവിനായിട്ട്. നമ്മൾ ഡൽഹിയിൽ ഇറങ്ങിയ ടൈമിൽ ഇൻസുവിന് ഇവനോട് ടാറ്റ പറയാൻ കഴിഞ്ഞില്ല പറഞ്ഞിട്ട് ഇൻസു ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് നടന്നില്ല. പിന്നെ ഇത് നാൻസി, പേര് കേൾക്കണ പോലെ തന്നെ പെൺകുട്ടി കേട്ടോ. പക്ഷെ ആദ്യം നമ്മൾ വിചാരിച്ചത് ട്വിൻസാണ്, 2 ചെക്കന്മാരാന്നൊക്കെ അതിന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി ഇത് പെൺകുട്ടിയാണെന്നുള്ളത്. നമ്മൾ റിദാസ് ഭായ്, ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുമ്പോൾ ഞാൻ റിദാസിനെ നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ചെറുതാന്നുണ്ട്. ഇത് നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചാബിക്കാരാട്ടോ. പാട്ട് പാടാനായിട്ട് പാട്ടുപെട്ടി മൈക്കൊക്കെ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ആ പാട്ടുപെട്ടി മൈക്കൊക്കെ ചോദിച്ച് റിദാസ് അവിടെ നിന്ന് പാട്ട് പാടി. സ്ഥലത്തിന്റെ പേര് നമ്മളങ്ങനെ എത്തി എവിടെ എത്തി? നമ്മൾ റിദാസിന്റെ നാട്ടിലെത്തി. കാമൻ റോഡ്. റിദാസിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഇരിക്കാൻ ട്രെയിനിൽ ഇറങ്ങുന്നില്ല ഗൈസ്. അങ്ങനെ ഏകദേശം ആ 2-2.5 ദിവസത്തെ ട്രെയിൻ യാത്ര അവസാനത്തിലേക്ക് എത്തിട്ടോ. അത് നമ്മൾ ഡൽഹി എത്തി. ഡൽഹി ഗായ്സ്.